മരം ഒരു വരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മരങ്ങളും ചെടികളും ഒക്കെ നമ്മൾക്ക് നമ്മുടെ ഭൂമിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു എയിം നിങ്ങളെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെയുള്ള പ്ലേറ്റ് നിങ്ങളെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? പേപ്പർ പ്ലേറ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? പേപ്പർ പ്ലേറ്റ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്രൗൺ കളർ നമ്മൾ മണ്ണിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു സ്കെച്ച് കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻസ്, ഇത്രയും പോർഷൻസ് കളർ ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? സണ്ണിന് വെക്കണം. സൺലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ ചെടിക്ക്, അതുകൊണ്ട് നമുക്ക് സണ്ണ് എന്തായാലും വേണ്ടേ. അതിന് നമ്മൾ സണ്ണ് ഇതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, ആ പീസ് കണ്ട് മാറ്റി വെക്കാം കട്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് നമുക്ക് ഈ പ്ലേറ്റിൽ ഒരു കുട്ടിയെ വരയ്ക്കാം. ഓക്കെ, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിയെ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കയ്യിൽ എന്തുണ്ടാവും? ഒരു ജഗ് ഉണ്ടാവും. ഇതുപോലെയുള്ള ഒരു ജഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടിയെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കളർ ചെയ്യാം. ഓക്കെ, കയ്യിൽ ജഗ് വരയ്ക്കണം കേട്ടോ, മറക്കരുതേ. ഓക്കെ, അപ്പോൾ കുട്ടി റെഡിയായി. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? ഫ്ലവേഴ്സ് വരക്കണം. ഓക്കെ, ചെടി വരക്കണ്ടേ? അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സ് വരക്കാം. ഓക്കെ, ഇനി അതിന് കളർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെടി റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഒരു ചെടിയാണെങ്കിൽ എന്തുണ്ടാവും? അതിന് റൂട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ റൂട്ട് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇങ്ക് എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണാണിത്. മണ്ണിൻ്റെ താഴോട്ട് റൂട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് സണ്ണിനെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി സൺലൈറ്റ് ഒന്ന് വരയ്ക്കാം. സണ്ണ് മാത്രം സൺലൈറ്റ് വരുന്നത് കാണിക്കണ്ടേ? ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടിയെ നമുക്ക് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ചെടി ഉണ്ടല്ലോ, ചെടി ഇങ്ങനെ ഈ ഒരു പൊസിഷനിലായിരിക്കും വരിക കേട്ടോ. താഴോട്ട് റൂട്ട് ഉണ്ടാവും, മുകളിൽ ഇങ്ങനെ ചെടി വരും ഇതുപോലെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, വുഡൻ സ്റ്റിക്ക്. ഇതൊരു സ്പൂണിൻ്റെ ആണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത് ഉണ്ടല്ലോ ഓൾറെഡി ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇതാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ കയ്യിലുള്ളത് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ചെടി ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പോർഷൻസ് ബ്രൗൺ കളർ കൊടുക്കാം. ഓക്കെ, ആ വുഡൻ സ്റ്റിക്കിലാണ് കേട്ടോ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. റൂട്ടിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. നമുക്ക് ആ സ്റ്റിക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ കാണിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഈ ജഗ്ഗിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊണ്ട് ഇതുപോലെയുള്ള ഒരു വാട്ടർ മാർക്കിങ്സ് കൊടുക്കാം. ഇനി ഈ പോർഷനിൽ നമുക്ക് സ്റ്റിക്ക് വെക്കണം. ഇതേപോലെ ഇറക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.